സംസ്ഥാന ത്രോബോൾ ചാമ്പ്യൻഷിപ്പിന് അയിലൂരിൽ തുടക്കം. അയിലൂർ യൂണിയൻ ക്ലബ്ബാണ് ചാമ്പ്യൻഷിപ്പിന്റെ സംഘാടകർ. ഡിസംബർ 7, 8, 9 തീയതികളിലായാണ് അയിലൂർ SM ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരുക്കിയ കോർട്ടിൽ മത്സരങ്ങൾ നടക്കുന്നത്. ആൺകുട്ടികളുടെ 13 ടീമും പെൺകുട്ടികളുടെ 12 ടീമും മത്സരത്തിൽ പങ്കെടുക്കുന്നു. സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ 400 ഹാൻഡ്ബോൾ താരങ്ങളാണ് മാറ്റൊരുക്കുന്നത്. ചാമ്പ്യൻഷിപ്പ് അയിലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. വിഘ്നേഷ് ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ നിങ്ങൾ വിജയിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ജില്ലയ്ക്ക് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും പേര് കിട്ടുന്നത് നമ്മുടെ മണ്ണിന് വേണ്ടിയിട്ടാണ്, അല്ലേ? ആ പേരും പെരുമയും എന്നുണ്ടാവണം, ഈ ഒത്തൊരുമയുണ്ടാവണം. അതുപോലെ തന്നെ ഏത് പരിപാടികളിൽ നമ്മൾ പങ്കെടുക്കുകയാണെന്നുണ്ടെങ്കിലും ഇന്ന് വിദ്യാഭ്യാസ രംഗത്ത് നോക്കിക്കഴിഞ്ഞാൽ വിദ്യാഭ്യാസത്തിന് മാത്രം പ്രാധാന്യം നൽകാണ്ട് വിദ്യാർത്ഥികൾക്കുള്ളിലുള്ള കഴിവുകളും കൂടി പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഇന്ന് ഓരോ വിദ്യാലയങ്ങളിലും അധ്യാപകർ നിൽക്കുന്നത്. അത് നിങ്ങൾക്ക് തന്നെ അറിയാം, ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. നിങ്ങളുടെ ഇപ്പോൾ വന്നിരിക്കുന്ന നിങ്ങളുടെ ഓരോരു ടീമിൻ്റെ കൂടെയും നിങ്ങളുടെ അധ്യാപകരുണ്ടാകും. നിങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാവിധ പ്രൊമോട്ട് ചെയ്യുന്ന ആളും അവർ തന്നെയാണ്, അല്ലേ? പ്രചോദനം നൽകുന്നത്. അത്തരത്തിലുള്ള പ്രചോദനമായിട്ട് ഇന്ന് എല്ലാ വിദ്യാലയങ്ങളും മികവിൻ്റെ കേന്ദ്രങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ മികവിൻ്റെ കേന്ദ്രങ്ങളായി അത് മാറുമ്പോൾ വിദ്യാഭ്യാസവും ഇതിനോടൊപ്പം തന്നെ കൊണ്ടുപോകണം. ഒരുപാട് ചൂട്ടത്തിരിക്കുകയാണ്, നിങ്ങളുടെ മുഖം കാണാൻ പറയുന്നുണ്ട്. ഇനി പ്രസംഗിച്ചു കഴിഞ്ഞാൽ ജനതാട്ടെ വെറുപ്പിക്കണം എന്നുള്ളത്. അതുകൊണ്ട് വെറുപ്പിക്കുന്നില്ല. നല്ലപോലെ നല്ല സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ ഈ മത്സരം പങ്കെടുപ്പിക്കണം. സൗഹൃദം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റെജിന ചാന്ദ മുഹമ്മദ് അധ്യക്ഷയായി. പഞ്ചായത്ത് പ്രതിനിധികളായ കണ്ണനുണ്ണി, മഞ്ജുല സുരേന്ദ്രൻ, വത്സല ശിവദാസ്, P. പുഷ്പാകരൻ, അയിലൂർ യൂണിയൻ ക്ലബ്ബ് സെക്രട്ടറി T. രാജേഷ്, ത്രോബോൾ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഷിജോ K. തോമസ്, സെക്രട്ടറി T. P. ബഷീർ, ട്രഷറർ AR മുഹമ്മദ് അലി, ഫെഡറേഷൻ അംഗം K. പ്രദീപ് എന്നിവർ പ്രസംഗിച്ചു. അയിലൂർ യൂണിയൻ ക്ലബ്ബിന്റെ സഹകരണത്തോടെയാണ് സംസ്ഥാന ചാമ്പ്യൻഷിപ്പ് നടത്തുന്നത്. UTV ന്യൂസ്, പാലക്കാട്.